നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭ എന്നിവിടങ്ങളിലെ കരട് വാർഡ് വിഭജന പരാതികൾ പരിഗണിക്കുന്നതിനുള്ള ജില്ലാതല ഹിയറിംഗിന് തുടക്കമായി. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാർത്ഥികളെ സുസജ്ജമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള ഫയർ സർവീസ് ഡ്രൈവേഴ്സ് ആൻഡ് മെക്കാനിക്സ് അസോസിയേഷൻ കോട്ടയം മേഖലാ സമ്മേളനം നടന്നു. ആലപ്പുഴ ചടയമൂരി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച മേഖലാ സമ്മേളനം CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. ഓഷ്യാനോസ് എന്ന പേരിൽ അത്ഭുത കാഴ്ചകളോടെ അണിയിച്ചൊരുക്കുന്ന അർത്തുങ്കൽ ഓഷ്യൻ കാർണിവൽ മാർച്ച് ആദ്യവാരം വരെ തുടരുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിലെ 8 വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. നവീകരിച്ച ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ നഗരത്തിലെ തന്നെ പ്രധാന ജംഗ്ഷനായ ജനറൽ ആശുപത്രി ജംഗ്ഷന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന യാത്രക്കാരുടെ ആവശ്യം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭ എന്നിവിടങ്ങളിലെ കരട് വാർഡ് വിഭജന പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ജില്ലാതല ഹിയറിംഗിന് തുടക്കമായി. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭ എന്നിവിടങ്ങളിലെ കരട് വാർഡ് വിഭജന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച പരാതികൾ പരിഗണിക്കുന്നതിനുള്ള ജില്ലാതല ഹിയറിംഗ് തുടക്കമായി. കമ്മീഷൻ സെക്രട്ടറിയും LSGD ജോയിന്റ് ഡയറക്ടറുമായ S ജോസ്നാമോൾ, ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാർ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ P സുനിൽകുമാർ, ആലപ്പുഴ LSGD ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് D അലക്സ്, കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും കളക്ടറേറ്റ് കോമ്പൗണ്ടിലുള്ള ജില്ലാ പഞ്ചായത്ത് വെർച്വൽ ക്ലാസ് റൂമിൽ നടക്കുന്ന ഹിയറിംഗിൽ പങ്കെടുത്തു. രാവിലെ 9 മുതൽ തൈക്കാട്ടുശ്ശേരി, പട്ടണക്കാട്, കഞ്ഞിക്കുഴി, ആര്യാട് ബ്ലോക്കുകളിലെ ഗ്രാമപഞ്ചായത്തുകൾ, ചേർത്തല നഗരസഭ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് പരിഗണിച്ചത്. ആകെ 262 പരാതികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 11 മണി മുതൽ അമ്പലപ്പുഴ, ചമ്പക്കുളം, വെളിയനാട്, ചെങ്ങന്നൂർ ബ്ലോക്കിലെ പഞ്ചായത്തുകൾ, ആലപ്പുഴ, ചെങ്ങന്നൂർ നഗരസഭ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളും പരിഗണിച്ചു. 235 പരാതികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ ഹരിപ്പാട്, മാവേലിക്കര, ഭരണിക്കാവ്, മുതുകുളം ബ്ലോക്കുകളിലെ പഞ്ചായത്തുകൾ, ഹരിപ്പാട്, മാവേലിക്കര, കായംകുളം നഗരസഭകൾ എന്നിവയുമായി ബന്ധപ്പെട്ട 226 പരാതികളും കമ്മീഷൻ നേരിട്ട് പരിശോധിച്ചു. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാർത്ഥികളെ സുസജ്ജമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാർത്ഥികളെ സുസജ്ജമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അതിനായാണ് വിവിധ പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്നതെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 7 വർഷം കൊണ്ട് 60 കോടി രൂപയ്ക്ക് മുകളിൽ വിദ്യാലയങ്ങൾക്ക് വേണ്ടി മാത്രം ആലപ്പുഴ മണ്ഡലത്തിൽ ചെലവഴിക്കപ്പെട്ടു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. സ്കൂളുകൾക്ക് അത്രയും പ്രാധാന്യം ജനപ്രതിനിധികൾ കൊടുത്തു എന്നതാണ്. അത് സുധാകരൻ സാർ ആയാലും HSLAM MLA ആയാലും ആ പ്രാധാന്യം കൊടുക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇതെല്ലാം. എന്നോട് MLA പറയുകയായിരുന്നു, ഇതേ സ്കൂളിൽ തന്നെ 1,30 ലക്ഷം രൂപ വീണ്ടും അനുവദിച്ചിട്ടുണ്ട്. അത് ഈ മാസം തന്നെ ടെൻഡർ ചെയ്ത് ഇതിനെയാണ് നാം വികസനം എന്ന് വിളിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുക, സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾക്ക് ആധുനികമായ സൗകര്യങ്ങൾ ഉണ്ടാവുക, അതൊക്കെ ചെറിയ കാര്യം. മാറുന്ന ലോകത്തോടൊപ്പം കുട്ടികൾക്ക് വളരാൻ ഉപകരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സ്കൂളുകൾ മാറേണ്ടത് അനിവാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടെ ശാസ്ത്രരംഗത്തുൾപ്പെടെയുള്ള കഴിവുകൾ വികസിപ്പിക്കാനുള്ള നിരവധി അവസരങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ 60 കോടി രൂപ മുടക്കി 38 സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചെന്നും 18 കോടി മുടക്കി 13 സ്കൂൾ കെട്ടിടങ്ങൾ കൂടി പൂർത്തീകരിക്കുമെന്നും സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് HSLAM MLAയും പറഞ്ഞു.
അമ്പലപ്പുഴ MLA ചിസലാം 36 ലക്ഷം രൂപയും മുൻമന്ത്രി ജി സുധാകരൻ 40 ലക്ഷം രൂപയും ആസ്തി വികസന ഫണ്ടിൽ അനുവദിച്ച 76 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ R വിനീത, MR പ്രേം, AS കവിത, വാർഡ് കൗൺസിലർ സിമി ഷാഫി ഖാൻ, SMC ചെയർമാൻ BA റഷീദ്, പ്രിൻസിപ്പൽ MN സിനി, പ്രധാന അധ്യാപിക KS ജാൻസി ബിയാട്രീസ്, KSTA ജില്ലാ സെക്രട്ടറി PD ജോഷി, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TG റജി എന്നിവർ സംസാരിച്ചു. കേരള ഫയർ സർവീസ് ഡ്രൈവേഴ്സ് ആൻഡ് മെക്കാനിക്സ് അസോസിയേഷൻ കോട്ടയം മേഖലാ സമ്മേളനം നടന്നു. ആലപ്പുഴ ചടയമറി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച മേഖലാ സമ്മേളനം CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. കേരള ഫയർ സർവീസ് ഡ്രൈവേഴ്സ് ആൻഡ് മെക്കാനിക്സ് അസോസിയേഷൻ കോട്ടയം മേഖലാ സമ്മേളനം നടന്നു. ആലപ്പുഴ ചടയമറി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച മേഖലാ സമ്മേളനം CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. ആനുകൂല്യങ്ങൾ ഒരേ നിലവാരത്തിൽ എല്ലാവർക്കും കിട്ടാതെ വരുമ്പോഴാണ് അത് സാങ്കേതികമായ ചില തടസ്സങ്ങൾ പറഞ്ഞ് നിഷേധിക്കുമ്പോഴാണ് അസംതൃപ്തി ഉണ്ടാകുന്നത്. അത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, ഫയർ സർവീസിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റു പല മേഖലകളിലും അത്തരത്തിലുള്ള വിവേചനം നിലനിൽക്കുന്നു എന്നതാണ്. ജോലി ചെയ്യുന്നതിന് വ്യത്യാസം ഉണ്ടാകാം. കഠിനമായ ജോലി ചെയ്യുന്നവരും ക്ലറിക്കൽ ജോലി ചെയ്യുന്നവരുടെയും ശമ്പള വർഷണവും മറ്റു കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് വരുമ്പോഴുള്ള ആനുകൂല്യങ്ങളുടെ വ്യത്യാസം അത് പലപ്പോഴും അസംതൃപ്തിയിലേക്ക് കൊണ്ടുപോകുന്നു. അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് P മനോജ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എഡ്വേർഡ് ലോനപ്പൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ ഫയർ ഓഫീസർ N രാംകുമാർ അനുമോദനം നടത്തി. ജോയിന്റ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി VS സൂരജ്, അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ജോട്ടി P ജോസഫ്, സംസ്ഥാന ഉപാധ്യക്ഷൻ TN പ്രസാദ് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ മേഖലാ സെക്രട്ടറി അനീഷ് G നായർ സ്വാഗതവും മേഖലാ ട്രഷറർ C അഭിലാഷ് നന്ദിയും പറഞ്ഞു. ഗ്രേഡ് പ്രൊമോഷൻ സർവീസ് സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് മാനദണ്ഡങ്ങൾ ഒഴിവാക്കി 12, 20, 25 വർഷങ്ങളിൽ ജീവനക്കാർക്ക് അനുവദിക്കുക, റിസ്ക് അലവൻസ് ബേസിക് ശമ്പളത്തിന്റെ 10% അനുവദിക്കുക, ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനത്തിൽ ഉന്നയിച്ചു. ഓഷ്യാനോസ് എന്ന പേരിൽ അത്ഭുത കാഴ്ചകളോടെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ആർത്തുങ്കൽ ഓഷ്യൻ കാർണിവൽ മാർച്ച് ആദ്യവാരം വരെ തുടരുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓഷ്യാനോസ് എന്ന പേരിൽ അത്ഭുത കാഴ്ചകളോടെ അണിയിച്ചൊരുക്കുന്ന ആർത്തുങ്കൽ ഓഷ്യൻ കാർണിവൽ മാർച്ച് ആദ്യവാരം വരെ തുടരുമെന്ന് ഓഷ്യാനോസ് മാനേജിംഗ് ഡയറക്ടർ ജാക്സൺ പീറ്റർ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പെരുന്നാളിനോടനുബന്ധിച്ച് ജനുവരി 20 അർത്തുങ്കൽ ബീച്ചിൽ ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിലാണ് ഓഷ്യൻ കാർണിവലിന് തുടക്കം കുറിച്ചത്. ആഴക്കടലിലെ അടിത്തട്ടിന്റെ വിസ്മയ കാഴ്ചകൾ, കഥകളിൽ മാത്രം കേട്ടറിവുള്ള മത്സ്യകന്യകയുടെ നേർക്കാഴ്ച, ശുദ്ധജല മത്സ്യങ്ങൾ, ചെറുമത്സ്യങ്ങളെ വിഴുങ്ങുന്ന ഭീമൻ മത്സ്യങ്ങൾ, നിറപ്പകട്ടേറെയുള്ള കടലിനടിയിലെ ദൃശ്യങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കുന്ന കാഴ്ചകൾ സഞ്ചാരികളുടെ മനം കവരും. ഒരേ സമയം സഞ്ചാരികൾക്ക് വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും പ്രകൃതി ഭംഗിയുടെയും ആസ്വാദന വിരുന്ന് നൽകുന്ന കാർണിവലിൽ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച പലതരം റോബോട്ടുകളുടെ പ്രദർശനവും അവയെ കണ്ടറിയാനും തൊട്ടറിയാനും കാഴ്ചക്കാർക്ക് സാധിക്കുമെന്നതും എടുത്തു പറയേണ്ടതാണ്. വിദേശ പക്ഷികളുടെയും മറ്റ് ജീവികളുടെയും പവലിയൻ പ്രദർശനത്തിന്റെ മാറ്റുകൂട്ടുന്ന ഒന്നാണെന്നും കോവളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബോണ്ട് വാട്ടർ സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജാക്സൺ പീറ്റർ പറഞ്ഞു. ഒട്ടനവധി അട്രാക്ഷൻസ് നമ്മൾ ഈ പ്രോഗ്രാമിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അർത്തിങ്കരുടെ ചരിത്രം വിളിച്ചോതുന്ന ഒരു കപ്പലാണ് ഇതിൻ്റെ ഒരു ഗേറ്റായിട്ട് നമ്മൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം വലിയ ഭീമാകാരമായിട്ടുള്ള ടണലുകൾ, അക്വേറിയങ്ങൾ ഇതിൻ്റെ ഒരു മേജർ അട്രാക്ഷനാണ്. അതിൽ ഫ്രഷ് വാട്ടർ ഫിഷും അതുപോലെ തന്നെ മറൈൻ ഫിഷും നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ലൈവ് സ്കൂബ ഡൈവേഴ്സ് ആൻഡ് മെർമെയ്ഡ്സിൻ്റെ പെർഫോമൻസ് ഒരുക്കിയിട്ടുണ്ട്. നമ്മളെല്ലാം ഇന്ന് ജീവിക്കുന്നത് റോബോട്ടിക്സും AI-യും മിഷൻ ലേണിങ്ങിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ സാധാരണക്കാരൻ്റെ ജീവിതത്തെ എങ്ങനെ റോബോട്ടിക്സും മിഷൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് എങ്ങനെയൊക്കെ ഗുണകരമായി ഈ ഒരു പുത്തൻ നൂതന സങ്കേതങ്ങൾ ഉപയോഗിക്കാം എന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്
കൂറ്റൻ കപ്പലിന്റെ മാതൃകയിലുള്ള കമാനം, വലിയ കടലാമ എന്നിങ്ങനെ പലതരം കലാസൃഷ്ടികൾ, വലിയ അക്വേറിയം ടണലുകൾ, ഭീമൻ അക്വേറിയം, മത്സ്യകന്യക, ലൈവ് സ്കൂബ, IA സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന പലതരം റോബോട്ടുകൾ, ബേർഡ് ഷോ, ഫുഡ് കോർട്ട്, ഷോപ്പിംഗ് ഏരിയ തുടങ്ങിയ നിരവധി എന്റർടൈൻമെന്റ് സോണുകൾ 50,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിലായി ഒരുക്കിയിട്ടുണ്ട്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. മറ്റുള്ളവർക്ക് 100 രൂപ നിരക്കിലാണ് പ്രവേശന പാസ് ലഭിക്കുന്നത്. പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 9 മണി വരെയും അവധി ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ 9 വരെയുമാണ് പ്രദർശനം. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ജില്ലയിലെ 8 വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. നവീകരിച്ച ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷനായി. ആലപ്പുഴ ജില്ലയിലെ 8 വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. നവീകരിച്ച ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന്റെയും ഓഫീസിന്റെയും സ്നേഹപൂർവ്വം കളക്ടർ എന്ന ജില്ലാ കളക്ടറുടെ പരാതി പരിഹാര പോർട്ടൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓഫീസ് നല്ല ശ്രദ്ധയോടെ പ്ലാനിൽ ഉൾപ്പെടുത്തി റവന്യൂ വകുപ്പ് കൈമാറിയിട്ടുള്ള കളക്ടറേറ്റ് നവീകരണത്തിൻ്റെ ഹെഡിൽപ്പെടുത്തി 1 കോടി രൂപ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ നല്ലതുപോലെ നിർമ്മാണം പൂർത്തിയാക്കി ആലപ്പുഴയിൽ എത്തിച്ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നവർക്കും അതുപോലെ തന്നെ കളക്ടറെ കാണാൻ എത്തിച്ചേർന്നവർക്കുമൊക്കെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു ഓഫീസും കോൺഫറൻസ് ഹാളുമായി ഇതിനെ മാറ്റാൻ കഴിയുന്നു. പലപ്പോഴും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മണ്ണിൻ്റെയും ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളുടെയും കസ്റ്റോഡിയന്മാരാണ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ളത് കൊണ്ട് ആ പ്രവർത്തനത്തിൽ അതിവേഗം പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം സമാഹരിക്കലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ 1,80,000 പട്ടയങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്തു. 1,80,877. അരൂർ മണ്ഡലത്തിലെ അരൂർ, ആലപ്പുഴ പാതിരാപ്പള്ളി, കുട്ടനാട് വിയപുരം, അമ്പലപ്പുഴ പുറക്കാട്, ഹരിപ്പാട് ആറാട്ടുപുഴ, മാവേലിക്കര നൂറനാട്, കായംകുളം പെരിങ്ങാല, ചെങ്ങന്നൂർ മാന്നാർ എന്നീ 8 വില്ലേജ് ഓഫീസുകളാണ് സ്മാർട്ട് ഓഫീസുകളാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഓരോ വില്ലേജ് ഓഫീസിനും 45 ലക്ഷം രൂപ വീതമാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉദ്യോഗസ്ഥ സംവിധാനം ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണെന്നും ഈ സംവിധാനത്തിന് ജനതയോട് വലിയ ഉത്തരവാദിത്വമുണ്ടെന്നും മന്ത്രി പി പ്രസാദും അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ നഗരത്തിലെ തന്നെ പ്രധാന ജംഗ്ഷനായ ജനറൽ ആശുപത്രി ജംഗ്ഷന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം ശക്തമാകുന്നു. ചെറുതും വലുതുമായ ആയിരക്കണക്കിന് വാഹനങ്ങൾ ആശ്രയിക്കുന്ന റോഡ് ഇപ്പോൾ അപകടക്കെണി ഒരുക്കിയാണ് യാത്രക്കാരെ വരവേൽക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ചെറുതും വലുതുമായ ആയിരക്കണക്കിന് വാഹനങ്ങൾ നിത്യവും ആശ്രയിക്കുന്ന നഗരത്തിലെ പ്രധാന ജംഗ്ഷന്റെ ശോചനീയാവസ്ഥയാണ് മാസങ്ങളേറെയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ കണ്ടില്ല എന്ന് നടിക്കുന്നത്. രാപ്പകൽ എന്നില്ലാതെ ഇവിടെ അപകടങ്ങൾ പതിവായിട്ടും റോഡിന്റെ ഈ അവസ്ഥ അധികാരികൾ മാത്രമാണ് ഇനി കാണാനുള്ളത്. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ റോഡിന്റെ ശോചനീയാവസ്ഥയാണിപ്പോൾ നാട്ടുകാരെന്ന പോലെ വാഹനയാത്രക്കാരെയും പേടി സ്വപ്നത്തിലാക്കുന്നത്. സർക്കാർ സംവിധാനത്തിലുള്ള എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ കുറഞ്ഞത് 2 തവണയെങ്കിലും ഇതുവഴി സഞ്ചരിക്കാറുള്ളതാണെങ്കിലും AC വാഹനത്തിൽ നിന്നും റോഡിലേക്കൊന്ന് നോക്കാൻ പോലും ആരും കൂട്ടാക്കാറില്ല എന്നും നാട്ടുകാരും സമീപത്തെ ചില വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇരുചക്ര വാഹനക്കാർ സന്ധ്യ കഴിഞ്ഞാൽ റോഡിലെ കുഴിയിൽ വീണ് അപകടം പറ്റുന്നത് സ്ഥിരമാണെങ്കിലും ആരും തന്നെ പരാതിപ്പെടാൻ നിൽക്കുന്നില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നിലവിൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മാസ് പെറ്റീഷൻ തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് നൽകാൻ ഒരുങ്ങുകയാണ് സമീപവാസികളും ചില പ്രദേശത്തെ വ്യാപാരികളും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭ എന്നിവിടങ്ങളിലെ കരട് വാർഡ് വിഭജന പരാതികൾ പരിഗണിക്കുന്നതിനുള്ള ജില്ലാതല ഹിയറിംഗിന് തുടക്കമായി. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാർത്ഥികളെ സുസജ്ജമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദ് എസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
കേരള ഫയർ സർവീസ് ഡ്രൈവേഴ്സ് ആൻഡ് മെക്കാനിക്സ് അസോസിയേഷൻ കോട്ടയം മേഖലാ സമ്മേളനം നടന്നു. ആലപ്പുഴ ചടയമൂരി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച മേഖലാ സമ്മേളനം CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. ഓഷ്യാനോസ് എന്ന പേരിൽ അത്ഭുത കാഴ്ചകളോടെ അണിയിച്ചൊരുക്കുന്ന അർത്തുങ്കൽ ഓഷ്യൻ കാർണിവൽ മാർച്ച് ആദ്യവാരം വരെ തുടരുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിലെ 8 വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ. നവീകരിച്ച ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ നഗരത്തിലെ തന്നെ പ്രധാന ജംഗ്ഷനായ ജനറൽ ആശുപത്രി ജംഗ്ഷന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന യാത്രക്കാരുടെ ആവശ്യം ശക്തമാകുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.